ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരം. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം, ടൊമാറ്റോ മുറുക്ക്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് വറുത്ത അരിപ്പൊടി, 1 കപ്പ് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് എള്ള്, കറുത്ത എള്ള്, ജീരകം. ഇത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കുറച്ച് തക്കാളി എന്ന് പറഞ്ഞാൽ ഇത് തീരെ ചെറുതായതുകൊണ്ടാണ് ഈ 5 എണ്ണമൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ വറ്റൻമുളക്, വെളുത്തുള്ളി, ഇത്രയും പുഴുങ്ങി എടുത്തിരിക്കും. അപ്പോൾ ഇതാദ്യം ഒന്ന് അരച്ചെടുക്കണം. ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആ തക്കാളി, വറ്റൻമുളക്, വെളുത്തുള്ളി ഇത് അരച്ചെടുത്തിരിക്കും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കടലമാവ്, അരിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് അരിച്ചെടുത്തിരിക്കുകയാണ്. അത് അരിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ കടലമാവിൻ്റെ അകത്ത് കുറേ കട്ടകൾ കാണും. ആ കട്ടയൊക്കെ ഇതിൻ്റെ അകത്ത് മാറിക്കിട്ടും. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറയാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഈ ബട്ടർ. ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലോട്ട് ഇട്ടിട്ട് ഉരുക്കിയെടുത്തിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ബട്ടർ ഇതിലോട്ട് ഒഴിക്കുക, എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനെന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത്, ഈ ബട്ടർ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്പി ആയിരിക്കും, പക്ഷേ ഹാർഡായിരിക്കത്തില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ആ ടൊമാറ്റോ അരച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. നമ്മൾ 5 ചെറിയ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് പോരായെങ്കിൽ ബാക്കിയുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ കുഴക്കുക. നമ്മുടെ ആ ടൊമാറ്റോ ഒഴിച്ചപ്പോഴാകെ ഈ രീതിയിലേ വന്നിട്ടുള്ളൂ. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ടൊമാറ്റോയുടെ ജ്യൂസ് കൊണ്ട് നമ്മൾ കുഴച്ചപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇനി ഇച്ചിരൂടെ ജ്യൂസ് ചേർക്കേണ്ടി വരും, ഇച്ചിരൂടെ വെള്ളം ചേർക്കേണ്ടി വരും. ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് ആ എടുത്തു വെച്ചിരിക്കുന്ന എള്ള്, ആ ജീരകം, ഇച്ചിരൂടെ വെള്ളം ചേർക്കേണ്ടി വരും. സാധാരണ ഈ ടൊമാറ്റോ നുറുക്കിനൊരിച്ചിരി ചുവപ്പ് കളർ കൂടുതലായിരിക്കും. അതിന് സാധാരണ ചെയ്യുന്നത് 1-2 തുള്ളി ഫുഡ് കളർ ചേർക്ക്. ഇപ്പം ഇവിടെ നമ്മൾ വീട്ടിലാവശ്യത്തിനായതുകൊണ്ട് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നുറുക്കുണ്ടാക്കിയാൽ മതി. അപ്പോൾ കളറൊന്നും ചേർക്കാതെ ബാറ്ററിന് ഈ കളറൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി ഫുഡ് കളർ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് മുറുക്കുണ്ടാക്കി തുടങ്ങാം. ആദ്യം എണ്ണ അടുപ്പത്ത്. ഇപ്പോൾ സേവനാഴിയുടെ ചില്ല്, ഈ ടൈപ്പ് ചില്ല്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എണ്ണ പുരട്ടിയെടുക്കുക. ആദ്യം എണ്ണ തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ട് അതിലൊരു കൊച്ചു കഷ്ണം ഇട്ട് നോക്കിയാൽ മതി. പിന്നെ ചൂടായിട്ടില്ല, ചൂടായ ഉടനെ അതിങ്ങനെ പൊങ്ങി വരും. റെഡിയായി. ഇത് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഇട്ട് കഴിഞ്ഞ ഉടനെ ലോ ഫ്ലെയിമിലും ആക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പുറഭാഗം നല്ല ബ്രൗൺ കളറാകും, പക്ഷേ അകഭാഗം വേഗത്തില്ല. പിന്നെ നമ്മളത് സിമ്മിൽ വെക്കാം. ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞിട്ട് അവസാനം ഈ തിളക്കലൊക്കെ നിൽക്കും. ആ സമയത്താണ് നമ്മൾ കോരേണ്ടത്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മുടെ ടൊമാറ്റോ മുറുക്കിൻ്റെ വേണ്ട കളറ് യഥാർത്ഥത്തിൽ കിട്ടിയില്ല. കാരണം ഒരിച്ചിരൂടെ കളർ ചേർക്കേണ്ടതായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തിളക്കണ ഒരു കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി. ഇപ്പോൾ കോരാറായിട്ടുണ്ട്.
അപ്പം ഇനിയും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടുക. ഇടാൻ നേരത്ത് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതാണ് ആദ്യ സ്റ്റേജിൽ ആ തിളക്കണം ഇത്. അത് കഴിഞ്ഞിട്ട് തിളക്കലൊക്കെ നീക്കും. ഇടയ്ക്കും ഇതൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഇപ്പോൾ ആ തിളക്കലൊക്കെ ഒരുമാതിരി തീർന്ന്, അതിൻ്റെ കരച്ചിലൊക്കെ തീർന്നു. അപ്പം ഇനി കോരാറായിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് വേണേൽ മറ്റേ നുറുക്കിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കാം. ഞാൻ നോക്കിയിട്ട് ഉണ്ടാക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ടൊമാറ്റോ നുറുക്ക് എല്ലായിടത്തും ഇതുപോലെ ഒടിച്ച ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്, അത് ലോ ഫ്ലെയിമിലാക്കുക. നമ്മുടെ കരച്ചിലൊക്കെ തീർന്ന് കോരാറായി. നല്ല കറുമറാന്നിരിക്കണ നുറുക്കാ കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ ടൊമാറ്റോ നുറുക്ക് അല്ലെങ്കിൽ തക്കാളി നുറുക്ക് റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മറ്റേ അരിമുറുക്കിനേക്കാൾ ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിട്ട് ഇത് തോന്നുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് അരിമുറുക്കുണ്ടാക്കി നോക്കിയതുപോലെ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.